സക്കീറും മൂസക്കുട്ടിയും കൂടി കാണുന്നതൊക്കെയും വലിച്ചോണ്ട് വരും. ആരപ്പ ഇതൊക്കെ നോക്കാന്? എന്നെ കൊണ്ട് ഇതൊന്നും നോക്കാനാവൂല. എത്ര പറഞ്ഞാലും കേൾക്കൂല്ല. ഇല്ല കണ്ടത് മുഴുവനും ഇവിടെ തന്നെയാണ്. നനച്ചാനും വേണ്ടതൊക്കെ. ആ കാക്ക. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. കേറെ ആ കേറെ. ഇത് ഇതൊന്നും നിശ്ചയില്ലേ? ഇതൊന്നും നേരെ കണ്ട് വെച്ചൂടാ. സന്തോഷം കൊണ്ട്. ആ സന്തോഷം കൊണ്ട് കേറഞ്ഞാ. ആ ഓനും മൂസക്കുട്ടി കൂടി പുറത്തേക്ക് പോയതാണ്. ഞങ്ങള് വന്നതേ പ്രത്യേകിച്ച് ഒന്നുമല്ല, സക്കീറിനെ എന്നൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചു. അങ്ങാടിയിൽ ഞങ്ങൾ നോക്കി സക്കീറിനെ, അവിടെ ഒന്നും കണ്ടുമില്ല. പിന്നെ ഇപ്പൊ സുറാബിന്റെയും കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ നമ്മള് കുട്ടികളുടെ സക്കീറിന്റെയും റസിയാബിന്റെയും കല്യാണം ഇപ്പൊ ഒന്ന് കൂടി ആലോചിച്ച് നമുക്ക് അതിന്റെ തീയതിയൊക്കെ ഒന്ന് തീരുമാനിച്ചണ്ടേ. പുറമെ ആരും വല്ലാതൊന്നും ഇപ്പൊ ഇല്ലല്ലോ, നമ്മളെന്നല്ല ഇപ്പൊ ആദ്യം അതൊക്കെ ഒന്ന് ഇങ്ങോട്ട് അല്ലേ ഒന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ ഇങ്ങോട്ട് ഒന്ന് ആലോചിച്ചാലോ വിചാരിച്ചിട്ട് ഞങ്ങൾ പോരേ. ആയിക്കോട്ടെ കാക്ക, ചെജ്ജണം വിചാരിച്ചോണ്ടിരിക്കണ നേരത്തല്ല ഇപ്പൊ റസിയാബിന്റെ ആദ്യത്തെ കെട്ടിയോ വന്നാണ്ട് നാസറാജിന്റെ അടുത്ത് പോയാണ്ട് ഓളെ തിരിച്ചെടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത്. ഇപ്പൊ ഞാനത് ഇജ്ജ് പറഞ്ഞ പോലെ തന്നെ സക്കീറിന്റെ അടുത്ത് പറഞ്ഞു നോക്കി. എന്നിട്ട് പറഞ്ഞു ഓനെത്താ പറയണു? ഓന് ഇനിയിപ്പൊ ഇതിന്റെ ഒക്കെ തീരുമാനമായിട്ട് പറയാ അറിഞ്ഞിക്കാണ്. അല്ലാത്ത ഓൻ പറയുന്നു. അങ്ങനെ സക്കീറൊക്കെ പറഞ്ഞത്. ഇപ്പൊ അല്ലേല് ഞാൻ അങ്ങോട്ട് പറയാൻ നിൽക്കാണ്. ഫാറൂഖ് ഇവിടെ കടന്നിങ്ങനെ കളിക്കുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന മാതിരിയൊന്നുമില്ല. ഇപ്പൊ സക്കീറാക്കാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു തീരുമാനമാവാതെ ഇപ്പൊ എങ്ങനെ ഇതാക്കുക? ആളിങ്ങനെ ഈ അങ്ങാടി കൂടെ ഒക്കെ പറഞ്ഞിട്ട് പാട്ടടി ഇറക്കാണ്. അപ്പൊ റിയാസെ, ഞാൻ എന്നോട് അന്നേ പറഞ്ഞല്ലേ ഓനൊന്ന് ഒതുക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ ഓൻ ഇവിടെ തിരിഞ്ഞു കളിച്ചാണ് പലോലും പറഞ്ഞു കിട്ടിപ്പോ. അത് എന്നോട് ഞാൻ പറഞ്ഞു ഓനെ കജ്ജും കാലും തച്ചൊടിച്ചാ എന്നുള്ളത്. ഇജുവിന് എത്രയും വലിപ്പമുണ്ടല്ലോ മരപ്പോത്തെ. അല്ലെങ്കിൽ ഓന്റെ ഇന്ന കുട്ടികളും പറയിപ്പിക്കാൻ വേണ്ടിട്ട് ഓരോരുത്തരും ഇവിടെ വന്ന് പറയാനല്ലോ. കാക്ക, ഇജ്ജിപ്പോ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇജ്ജിപ്പോ പോയാണ്ടേ മുജീബിനെയും നാസറാജിനെയും ഒന്ന് കണ്ടാണ്ട് ഇതിനെ ഒരു തീരുമാനം ഉണ്ടാക്കി കളി. എന്റെ കുട്ടി ഇപ്പൊ ഒന്നും മുണ്ടാതൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ മനസ്സിലിപ്പോ എന്തൊക്കെയാണെന്നുള്ളത് ഇച്ചെന്നെ അറിയില്ല. ഞാനുള്ള ചായൻ്റെ ഉണ്ടാക്കട്ടെട്ടോ. ചായനൊന്നും വേണ്ട, അതൊന്നും വേണ്ട. നമുക്ക് വേറെ അരിപോലൊക്കെ ഒന്ന് പോയി കണ്ടാണ്ട് ഇത് പെട്ടെന്ന് തീരുമാനം. അയാൾക്കൊരു അറ്റാക്കാണ്. വലൈക്കും അസ്സലാം. മുജീബാക്കല്ലേ? അതെ. ഒരു കാര്യം സംസാരിക്കണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? അന്നെ മനസ്സിലാകാതെ ഖാദറാക്കാൻ അധികത്തെ മരുവാകാനല്ലേ. ഞാൻ നാസറാജിന്റെ പേരിൽ 2 പ്രാവശ്യം പോയിരുന്നു. അപ്പൊ മൂപ്പരാ പറഞ്ഞ നിങ്ങളൊന്ന് കാണാന്. അതിപ്പോ എന്തേ? അതിപ്പോ ഒന്നുമില്ല കാക്ക, നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ ഫാറൂഖ് ഖാദറാക്കാന്റെ ആദ്യത്തെ മരുവനെന്നില്ലേ. അപ്പൊ ഓനിപ്പോ റസിയാബിനെയും കുട്ടിനെയും തിരിച്ചെടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഓനോന്റെ അമ്മയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ വിഷയം വെച്ച് ഞങ്ങള് നാസറാജിന്റെ അടുത്ത് പോയതാണ്. നാസറാജിന്റെ രണ്ടും പോയി. മൂപ്പർക്ക് ഒറ്റക്ക് ഇപ്പൊ ഇതിൽ തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നാ മൂപ്പര് പറഞ്ഞത്. അപ്പൊ മൂപ്പരാ പറഞ്ഞ നിങ്ങളൊന്ന് കണ്ടളി എന്ന് പറഞ്ഞത്. ജീവാക്ക, എനിക്ക് ഇനിയുള്ള കാലം എൻ്റെ ആ കുട്ടിൻ്റെ അമ്മാനും കൂടി സന്തോഷത്തോടെ ജീവിക്കാമെന്ന് ആഗ്രഹം. അതിന് വേണ്ടിയാണ് ഞാൻ ഈ നാട്ടിലേക്ക് വന്നത്. പല ആൾക്കാരും ഞാൻ പോയി കണ്ടു. ആർക്കും എന്നെ സഹായിക്കാൻ കഴിയില്ല. നിങ്ങൾ ഇന്നൊന്ന് സഹായിക്കണ കാര്യം. എത്ര പൈല് ഞാൻ പറയണോ ഈ കാര്യത്തിലേ? എനിക്കായാലും നാസറാജിക്കായാലും എന്തെങ്കിലും ചെയ്യണ്ടീനോ പറയണ്ടീനോ ഒരു പരിമിതി ഉണ്ട്. പിന്നെ ഇപ്പൊ ഈ കാര്യത്തിൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ പെണ്ണിന്റെ വാപ്പിയും ജീവിച്ചിരിക്കുന്നുണ്ട്, ആങ്ങളും ജീവിച്ചിരിക്കുന്നുണ്ട്, അമ്മോനും ജീവിച്ചിരിക്കുന്നുണ്ട്. ഓലച്ചൊന്ന് സംസാരിക്കുക എന്നല്ലാതെ ഓല് പറയണം എന്നാ പിന്നെ നമുക്ക് ഇതിൽ ഇടപാടാ. അല്ലാതെ ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഇപ്പൊ ഇതിൽ എന്തെങ്കിലും പറയണ്ടീനോ ചെയ്യണ്ടീനോ ഒരു പരിമിതികളൊക്കെ ഉണ്ട്. എന്തായാലും മുജീബാക്ക ഞങ്ങളെ ഇതിലൊന്ന് ശ്രമിച്ചു നോക്കി. ഞങ്ങൾ 2 ദിവസം കൂടി ഇവിടെ ഉണ്ടാവും. ഞാൻ അതുപോലെ നാസറാജിനൊന്ന് കണ്ടാട്ടെ. എടാ ഇവിടെ പറയാ. പറയേ. എന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഞങ്ങോട്ട് കേക്കേ. അവിടെ ഒച്ചപ്പാടും കച്ചറൊക്കെ ഉണ്ടാക്കാതെ നിൽക്കാൻ പറ്റുമെന്ന് വെച്ചെങ്കിൽ നിന്നാൽ മതി. അല്ലാത്തവരോട് ഒഴിഞ്ഞ് പോകാൻ പറയേ. ഞാൻ എന്നോട് ആദ്യം തന്നെ പറഞ്ഞിട്ടില്ലേ അങ്ങനത്തെ കച്ചറ ആളുകളൊന്നും അവിടെ കൊണ്ട് കയറ്റരുത്. അതിന് പോലല്ല പറയണ്ടേ, അന്നേ പറയണ്ടേ. ഞാൻ തീർത്തിട്ട് പോന്നാ മതി ചെങ്ങട്ട്. അതുമ്മാ നമ്മളെ കോട്ടേഴ്സിലേ കുറച്ച് ഹിന്ദിക്കാരെന്താ പ്രശ്നം ഉണ്ടാക്കുകൊണ്ട് തന്നെ കണ്ട് അയൽവക്കാരൊക്കെ പാടെ പരാതി പറഞ്ഞിരുന്നു. ഞാൻ നമ്മളെ മൂസക്കോട്ടേക്ക് സുഖൂരിനോട് പറഞ്ഞയച്ചിട്ട് ഓൻ തീരുമാനാക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ ഉം. ഇജ്ജാണ് പോയേക്കണേ ആ വല്യാക്കിയും റിയാസും കൂടി വന്നിരുന്നു. അതെന്തിന്? ഓര് അന്റെയും റസിയാബിന്റെയും കല്യാണം ഒന്ന് ദിവസം കാണണ്ടേന്ന് വെച്ചാണ്ട് ഉം. എത്തപ്പ പറയണ്ടു. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലമ്മ. അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിച്ചാന്ന്. ആ മറ്റേ ചങ്ങായി ആ ഫാറൂഖ് ഇവിടെ കടന്ന് തിരിഞ്ഞളിച്ച ഓൻ നാസറാജിനും പല ആളുകളെയും കണ്ട് സംസാരിച്ചു റസിയാബിനെ തിരിച്ചെടുക്കാൻ. ഇതിൻ്റെ ഇടയിൽ ഇപ്പം നമ്മൾ നിശ്ചയം കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെല്ലുക എന്നുള്ളൊരു മോശമല്ലേ? ആ കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനമാക്കട്ടെ പോലെ, എന്നിട്ട് തീരുമാനിച്ചാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ. നിങ്ങൾ ഞങ്ങോട്ടൊന്നും പറയാനൊന്നും പിടിച്ചാൽ നിൽക്കണ്ടട്ടമ്മ. ആ ഇപ്പം പിടിച്ച് കണ്ട് ഓരോരുത്തർ അതുപോലെ തീരുമാനിച്ചിട്ട് എന്നിട്ട് നമുക്ക് ആലോചിച്ചാൽ എന്താ വേണ്ടതെന്ന്. ഉമ്മാൻ്റെ കുട്ടിയെ വിചാരിച്ചാണ്ട് ബേജാറാകൊന്നും വേണ്ട. വല്യാക്കി ഇപ്പം അതന്നെ പറഞ്ഞത് ആൻറ്റി റസിയാബിന്റെയും കല്യാണം വേഗം നടത്തണം എന്ന്. മറ്റവനെ കൊണ്ട് ഇപ്പൊ തന്നെ തച്ചാട്ടാനുള്ള കാര്യത്തിലാണ് ഓൻ ഇവിടെ നിന്നാണ്ട് പറഞ്ഞുകൊണ്ട് പോയത്. എനിക്കെന്ത് ബേജാറുമ്മ? നിങ്ങളെന്താ കേട്ട് ഞാനത് ബേജാറായി കിടക്കാന്ന്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള നിങ്ങൾ ഞാൻ അതിൻ്റെ പേരിൽ ടെൻഷൻ അടിച്ചല്ലേന്ന് പോലും തീരുമാനിച്ചോട്ടെ ആ കാര്യങ്ങൾ എന്താ വെച്ചാൽ. പിന്നെ ഞമ്മക്കേ മുഴുവൻ അങ്ങോട്ട് പറയാനും പറ്റൂല. ഒക്കെ ആയിരം കുട്ടികളല്ലേ. ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചുമ്പോഴേ ഏതായാലും നമ്മൾ അങ്ങോട്ട് എടുത്ത് ചാടണ്ട. പോലെ തന്നെ ഒരു തീരുമാനത്തിലെത്തട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി എന്താ ചെയ്യാട്ടോ. ആ അതൊക്കെ ശരിയായിക്കോളൂ. പിന്നെ ഉമ്മാന്റെ കുട്ടി എവിടേക്കും പോകുകയാണെച്ചാലേ വലിച്ച് തിന്നാണ്ടും കുടിച്ചാണ്ടും ഒക്കെ പോയിക്കട്ടോ. ആയിക്കോട്ടമ്മ. ഒരു സമാധാനത്തിൽ നിൽക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടി അപ്പത് എവിടുന്നോ പൊട്ടി മുളച്ചാണ്ട് വന്നിക്കണു. അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞത്. അതാ ഇവിടെ തന്നെ പൊട്ടി മുളച്ച് വന്നിക്കുകയാണല്ലോ. അമ്മ ഞാൻ വരട്ടോ. വരുന്നുണ്ടോ? എത്ര നേരമായി മുസക്കുട്ടി നിങ്ങൾ പോയിട്ട്? ഇതിന്റെ കാര്യങ്ങളൊക്കെ എന്തായി? ശിഖറാക്ക ആ 2 ടീമിനെ ഒഴിവാക്കി. പിന്നെ വെച്ചാലേ അവിടെ കാര്യമുള്ള പ്രശ്നം എന്താ നിങ്ങൾക്ക്? ആ സംസുണ്ടല്ലോ ഓനക്കാ പ്രശ്നം. ഇവരെന്താ ഈ ബംഗാളികളുണ്ടല്ലോ ഓല് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അതോ പണിയെടുക്കും. പണിയെടുത്ത് വന്നാണ്ട് ഓല് വട്ടത്ത് കുത്തിരാണ്ട് ഓരോ രസമാണല്ലോ വൈകുന്നേരം ഒന്ന് റായത്താൻ വേണ്ടിട്ട് ഓല് എന്ത് വെച്ചു അവിടെ ഇരുന്നാണ്ട് ഹിന്ദി പാട്ട് പാടും. ചെറുതായിട്ട് എന്തൊക്കെ ഉണ്ടേനും. അത് ഈ സംസുവിന് പറ്റില്ല. ഓല് ഹിന്ദി പാട്ട് പാടുന്ന സംസുവിന് പറ്റില്ല. അതാണ് ആകെയുള്ള പ്രശ്നം. അല്ലാതെ വേറെ ഒന്നുമില്ല. എന്തായാലും ഒഴിവാക്കിക്കണം. അത് ഞങ്ങൾ കാര്യം പറഞ്ഞൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രീതിക്ക് കണ്ട് ഒഴിവാക്കി. അതെ മുസക്കുട്ടിയെ, അത് നമ്മൾ അയൽവക്കാർ പറയുമ്പോഴേ അതിനെപ്പോലെ ഹിന്ദി പാട്ട് പാടിയാലും ശരി എന്തായാലും ശരി ശല്യമാണ് പറയുമ്പോൾ ഞമ്മക്കത് ബുദ്ധിമുട്ടല്ലേ. അത് ഒഴിവാക്കിയാൽ നന്നായി. പിന്നെ മറ്റേ കാര്യം ഞാൻ പറഞ്ഞത് അന്വേഷിച്ച് നോക്കിയോ? ഷക്കീറൊക്കെ പറഞ്ഞതേ ഫാറൂഖിന്റെ കാര്യമാണ്. ഫാറൂഖ് ഇവിടെ ഇങ്ങനെ മുട്ടിത്തിനുണ്ട്. എല്ലായിടത്തും ഓൻ ഉണ്ടായിരുന്നു. പക്ഷെ ഓൻ എവിടെ താമസം ഒരു വൃത്തം കിട്ടിയിട്ടില്ല. ഓൻ പറഞ്ഞത് ശരിയാ. താമസിക്കേണ്ട എവിടെയൊന്നും വൃത്തം കിട്ടിയിട്ടില്ല. പറഞ്ഞോളി മാണി കജ്ജിമാക്കിട്ടാണ് വിട്ടാ ഒരു സംശയമില്ലേ. അതൊന്നും വേണ്ട. അങ്ങനെ വേണമെച്ചെങ്കിലേ ഞാൻ പറയാം. പിന്നെ ഈ കാര്യങ്ങളൊന്നും ഉമ്മ അറിയണ്ട. പിന്നെ നമുക്ക് ആ മറ്റൊന്ന് പോയി വെക്കണ്ട. അവിടെ ആള് കാത്തു കൊണ്ടുപോകും. സുഖോ നാ വണ്ടി എടുത്തോ. അല്ല മുജീബേ, ആ ചങ്ങായി ഇപ്പൊ എൻ്റെ അടുത്ത് 2-3 വട്ടം വന്നു. എന്താ നമ്മളിപ്പോ ഇതിനകത്ത് തീരുമാനം എടുക്കുക? ഞാനാ പിന്നെ പറഞ്ഞത് ഒന്ന് മുജീബിനൊന്ന് പോയി കണ്ടളാ, എന്നിട്ട് മുജീബിന്റെ അടുത്ത് ഒന്ന് കാര്യങ്ങൾ പറയേ, എന്നിട്ട് നമുക്ക് എന്താ വെച്ചാ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓനെ പറഞ്ഞയച്ചതാണ്. എന്ത് തീരുമാനം ഇപ്പൊ നമ്മളിതിലെടുക്കുക? ആചാര ഓല് രണ്ടാളും എൻ്റെ അടുത്തവിടെ വന്നിരുന്നു. ഞാൻ പത്തപ്പതിയിൽ പറയണു ആചാര. ഇച്ചിപ്പോ നിങ്ങൾ അത്രയും ഇതിലൊന്നും പറയാൻ പറ്റൂല. നിങ്ങൾക്കറിയാലോ ഞാനും സെക്യൂറുള്ള ഒരു ബന്ധം. ആ ബന്ധം വെച്ചുകൊണ്ട് തീരെ പറയാനും പറ്റൂല. മാത്രമല്ല സെക്യൂർ ഇപ്പൊ ഇവിടെ കെട്ടാൻ നിൽക്കുകയാണെന്ന് ഉള്ള കാര്യം എങ്ങനെ ഓലോട് പറയാൻ പറ്റുമോ? അപ്പൊ ഞാൻ എന്ത് ചെയ്തേക്കണു, കാതറാക്കാനോടും മോനോടും കൂടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതപ്പോ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അതാ ജയരാക്ക മുജീബാക്ക് പറഞ്ഞത് വളരെ ക്ലിയറാ. കാരണം സെക്യൂറാക്കി മുജീബാക്കി എന്ന് പറഞ്ഞാല് അങ്ങനത്തെ ഒരു ബന്ധമാണ് രണ്ടാളും തമ്മിൽ. പിന്നെ ഇപ്പൊ ഈ കുടുംബക്കാര് പറഞ്ഞാല് ഇപ്പൊ ഈ സെക്യൂറാക്കാന്റെ കുടുംബം ഓല് വളരെ കാലങ്ങളായിട്ട് തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്ന ഒരു കുടുംബമായിരുന്നു. ഇപ്പൊ നോക്കിങ്ങള് അതൊക്കെ ക്ലിയർ ആയിട്ട് നല്ല സൗഹൃദ ലെവലിൽ വരുന്ന സമയത്താണ് ഇപ്പൊ ഈ ഒരു വണ്ടി വലിപ്പത്തിന്റെ ചാടി വന്നത്. എന്താ അതിനൊക്കെ കാട്ടുക? നിങ്ങൾക്ക് അറിയണ കേസാണല്ലോ ഇപ്പൊ ഓല് എങ്ങനെ പോലെ 2 കുടുംബങ്ങൾ ആദ്യം കഴിഞ്ഞത് എന്നുള്ളത്. എന്താ അതിനൊക്കെ ചെയ്യാ? അത് വരുന്നു, കാതറാക്ക വരുന്നു. ഹാജരാക്കോല് വരുന്നുണ്ട്. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. കാതറാക്ക കേരി. കേരി. കാതറാക്ക നിങ്ങളിപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് വരുത്തിയതേ നിങ്ങൾക്ക് അറിയുന്ന വിഷയം തന്നെയാണ്. നിങ്ങളെ മൂത്ത മോളെ ആദ്യം കെട്ടിയ ചങ്ങായി ഉണ്ടായിരുന്നല്ലോ, ഓന് ഞങ്ങളടുത്ത് 2-3 വട്ടമൊക്കെ വന്നിരുന്നു.
അപ്പൊ ഓനിക്കിപ്പോ ഓളെ തിരിച്ചെടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞങ്ങളടുത്തൊക്കെ വന്നത്. പക്ഷെ അതിലിപ്പോ തീരുമാനം ഞങ്ങൾക്കൊന്നും എടുക്കാൻ കഴിയില്ല. അതിപ്പോ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. കാതറാക്ക രണ്ടാളും ഇന്റെ അടുത്തും വന്നിരുന്നു. നമ്മളിപ്പോ എന്താ ഇതിൽ പ്രത്യേകിച്ചൊരു തീരുമാനം എടുക്കണം? ഇതിലിപ്പോ നമ്മക്കായിട്ട് ഒരു പ്രത്യേകിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റിയൊരു കേസല്ലല്ലോ ഇപ്പൊ അത്. അപ്പൊ നിങ്ങൾ എന്താ വെച്ചാല് ഒരിത് പറയും. എന്തൊക്കെ തീരുമാനം? അത് ശരി, അത് പറയാനപ്പൊ ഇങ്ങോട്ട് വിളിച്ചു നമ്മളെ. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഓനെ കൊണ്ട് എന്റെ മകളെ കെട്ടിച്ചണില്ല, അങ്ങോട്ട് പറഞ്ഞയക്കണില്ല, അതിന് എന്റെ മകക്കിട്ട് ഇഷ്ടമല്ല. അത് ശരി, നിങ്ങൾക്ക് അറിയില്ലേ ഇന്റെ മകളെ ഞാൻ കെട്ടിച്ചാ നിൽക്കണത് സക്കീറിനെ കൊണ്ടാ. അത് മനസ്സിലായിക്കോളൂ നിങ്ങള്. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങള് ഇന്റെ ഒപ്പാ നിൽക്കേണ്ടത്, അല്ലാതെ ഓന്റെ ഒപ്പല്ല. ഓനെ എവിടെ കണ്ടാലും നിങ്ങള് കാറ്റും കാലം അടിച്ചു കുറിച്ചല്ലേ വേണ്ടത്? അതല്ല നിങ്ങൾ വേണ്ടിയത്. നിങ്ങളിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ഓരോട് നമുക്കിപ്പോ അങ്ങനെ പറയാനൊന്നും പറ്റൂല. ഓല കജ്ജും കാര്യം നച്ചുകൊടുക്കാനൊന്നും ഇപ്പൊ ഞമ്മക്ക് പറ്റൂലല്ലോ. പക്ഷെ നിങ്ങളെ ഈ അഭിപ്രായം വേണമെങ്കിൽ ഞമ്മക്ക് ഓരോട് പറയാം. നിങ്ങൾക്ക് അതിന്റെ താല്പര്യമല്ല. പിന്നെ നിങ്ങളെ താല്പര്യം ഇപ്പൊ ഇതാണേലും നിങ്ങളെ മകൻ സക്കീറിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനാണ് നിങ്ങളെ തീരുമാനം. അതിപ്പോ നമുക്ക് ഓരോട് പറയാൻ പറ്റൂല. പക്ഷെ ഓരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെ നമുക്ക് ഇവിടുന്ന് പണി പറഞ്ഞു പോടാം. എന്നാ അജയറാക്ക കാതറാക്ക പറഞ്ഞ ഈ കാര്യം നമ്മക്കേ ഓലി വരുമ്പോ നമുക്ക് വലോടം പറയാം. അത്രല്ലേ ഇപ്പൊ നമുക്ക് പറ്റുള്ളൂ. കൂടുതലൊന്നും ഇപ്പൊ നമുക്ക് പറയാൻ കഴിയൂല്ലോ. നമുക്കവിടെ പിരിഞ്ഞാലോ? ആയിക്കോട്ടെ കേട്ടോ, അങ്ങനെ ചെയ്യാം. ഞങ്ങളും പോവാണ്. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ല പാറുക, എന്താ ഇനിയിപ്പോ എന്റെ തീരുമാനം? നമ്മൾ നാസറാജിനെ പോയി കണ്ടപ്പോ 2-3 വട്ടം മൂപ്പരേത് പോയി കണ്ട്. മൂപ്പര കഴിയുമ്പോൾ ഭാഗത്ത് ഒരു തീരുമാനം ആയിട്ടില്ല. അതല്ലടാ ഇപ്പൊ പ്രശ്നം. എന്റെ കുട്ടീനെ ഒന്ന് കാണാൻ പോയതുണ്ട്. ഓലെ പെരീക്ക് ചെല്ലാൻ പറ്റൂല. അവിടുത്തെ അവസ്ഥ കണ്ടല്ലേ. പുറത്തു കൊടുത്താലും കാണണമെങ്കിൽ ഈ മുട്ടായി അതിന് കൊടുക്കായിരുന്നു. അവിടേക്കും ചെല്ലാൻ പറ്റില്ലടാ നമുക്ക്. ഇനി അന്ന് ചെന്നിട്ട് നമ്മൾ ആട്ടി വിട്ടല്ലേ അവിടുന്ന്. ഞാനേതായാലും ഞാൻ അടുത്ത ആഴ്ച പോവല്ലേ. നീ ഈ വിഷയത്തിലേക്ക് നീ എളാപ്പാനൊന്ന് കൂട്ടാൻ പറ്റുമോ നോക്ക്. ഏളാപ്പാരെന്തിൽ കൂടൂലടാ. എടാ, നിന്റെ കുട്ടി റെസിപ്പിയാണോ വരുന്നത്? സംശയമുണ്ട്. എന്റെ കൂട്ടുകാരത്തിന്റെ ഉമ്മേനത് അറിഞ്ഞതിന്റെ മറ്റേതോ അപ്പൊ എന്റെ ക്ലാസ്സിലെ കുട്ടിയല്ലല്ലോ മറ്റേ. അത് പോലെ തന്നെയാണ് കേട്ടോ. ജി ഒരു കാര്യം ചെയ്യേ, ഇത് പോയി വർത്താനം പറ, ഞാൻ മാറി. സിനിമ ഇപ്പച്ചേടി ഇപ്പച്ചിന്റെ കുട്ടിനെ ഇതാ ഈ മുട്ടായി തരാൻ വേണ്ടിട്ട് എങ്ങനെയാ കാണുമോ നോക്കി അടക്കിയിരുന്നു. ഇപ്പച്ചിന്റെ കുട്ടിന്റെ വർത്താനം എന്താ? ചായ കുടിച്ചോ? എത്തില്ല പച്ചി പഠിച്ചണോ? അനക്ക് സുഖല്ലേ? സിനിമ ഇവിടെ വന്നാ റസബിയ ഒരു 5 മിനിറ്റ് തരുമോ? എനിക്ക് എന്നോടൊന്ന് സംസാരിക്കാണ്ട്. എന്ത് പറയാന്? എന്നോടൊന്നും പറയും വേണ്ട, എനിക്കൊന്നും കേൾക്കും വേണ്ട. ഞാൻ പോവാണ്. നിക്ക് ഒരൊറ്റ മിനിറ്റ്. കുറച്ച് ദിവസമായി റസബിയ എൻ്റെ നാട്ടിൽ കൂടി ഞാൻ കറങ്ങി നടക്കണം, അന്യം കുട്ടിയൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അതിന് ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടു. എനിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റൂല. ഇനിയുള്ള കാലം ഇജ്ജും കുട്ടിയും ഒരുമിച്ചൊരു ജീവിതം സ്വപ്നം കണ്ട് നടക്കാൻ അന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ആകെ മാറിക്കണോ. ഇനി ആ പഴയ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു പോകൂല. അത് ഞാൻ ഉണക്ക് ഉറപ്പ് തരാം. അത് ഞാൻ കുറെ കാലം മുന്നേ കേൾക്കാൻ തുടങ്ങിയതല്ലേ. നന്നായാലും വേണ്ടില്ല, നന്നായില്ലെങ്കിലും വേണ്ടില്ല. നന്നായി നിങ്ങൾക്ക് നന്നു. പിന്നെ ഒരു തെറ്റ് തിരുത്താനോ നിങ്ങൾക്കൊരു അവസരം തരാനോ ഉള്ള സമയമൊക്കെ കഴിഞ്ഞു. നിങ്ങൾ വൈക്കുന്ന അവിടുന്നും ഇവിടുന്നും കണ്ടു കടഞ്ഞ് വെറുതെ മനസ്സിനെ കൊണ്ട് പറയിച്ചാൽ നിൽക്കണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. ഇതിങ്ങനെ അറുത്ത് മുറിച്ച് പറയല്ലേ റസ്യാബിയെ. നമുക്കൊരു പെൺകുട്ടിയിലെ വലുതാവണേ, അതിൻ്റെ ഭാവി ഒന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ അതിനെക്കുറിച്ച് മാത്രമേ ഇപ്പം ചിന്തിക്കുള്ളൂ. ഇജ്ജ് ആലോചിച്ചിട്ട് നല്ലൊരു തീരുമാനം പറയാം. ഞാൻ 2 ദിവസം കൂടി ഇവിടെ ഉണ്ടാവും. പിന്നെ ഞാൻ കൊടിക്കേക്ക് പോവുകയാണ്. എനിക്കൊന്നും കേൾക്കും വേണ്ട, എന്നോടൊന്നും പറയും വേണ്ട. സിനോ പോന്ന മച്ചേ നമ്മളെ വജ്ജിക്കൂടി ഇങ്ങനെ വരുമ്പോ ഒരു കാക്കനെ കണ്ടിട്ടും എനിക്ക് മുട്ടായി തന്ന ആ കാക്കാണ് എന്റെ അപ്പച്ചി. അതന്നെയാണ് സിനോ എൻ്റെ അപ്പച്ചി. എനിക്കറിയില്ലേ, എനിക്ക് എങ്ങനെ അറിയണല്ലേ? 3-3.5 വയസ്സായിന്ന് പോന്നല്ലേ അമ്മച്ചി അന്യം കൊണ്ട് നടന്ന്. പിന്നെ എങ്ങനെ എനിക്ക് ഇപ്പച്ചിനൊക്കെ അറിയാം? ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല മച്ചേ, ഇപ്പച്ചി നമ്മളെ കൊണ്ടുപോകാൻ വരുമോ? ഇപ്പച്ചി ഒന്ന് വന്നാൽ നമ്മളൊന്നും പോണില്ല സിനോ. ഇത്രയും കാലമായിട്ട് എവിടെയല്ലോ വാപ്പ ഇതുവരെ ഒന്ന് തിരിഞ്ഞു നോക്കിനല്ലോ. ഇനി വലിയ ആളെപ്പോലെ കുട്ടീനെ കാണാൻ ഇറങ്ങനെ വന്നിക്കണു. ഇനി ഇപ്പച്ചി വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പോവാൻ നിൽക്കണ്ട. ഇത്രയും കാലം നമ്മൾ ഇപ്പച്ചിൻ്റെ വരെ നല്ല ജീവിച്ചിരുന്നത്. നമുക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ പോയാൽ മതി. ഇമ്മച്ചിനെ വിട്ടിക്കാണ് പോവരുത്. കഥ പറയാറുള്ളൂ എന്നോട്. ഇമ്മച്ചി ഫോൺ തുറന്നാ ഇത് കുഞ്ഞാമാന്റെ ഫോണിലെ സിനോ. ഇനിയിപ്പോ അതൊരു കേരളത്തിക്കണേ. എത്തപ്പൊന്ന് വർത്താനം പറഞ്ഞു തീർക്കണേ. ഇത് സിനുവിന് പഠിപ്പിച്ചാലൊന്നുമില്ലേ? അതെ, സിനുവിന്റെ ചങ്ങാച്ചിന്റെ ബർത്ത്ഡേ അല്ലേന്ന്. അപ്പൊ ഞങ്ങൾ പോയി വന്നപ്പോഴേ ഓളപ്പച്ചിനെ കണ്ടു.
തന്നെ താത്ത ഇന്നാളോല് ഇവിടെ വന്നു പോയിട്ട് പിന്നെയും വന്നതേക്കാരല്ലേ? എന്നിട്ട് എന്താ താത്ത അങ്ങോട്ട് പറഞ്ഞതോല്? എന്തൊക്കെയാ പറഞ്ഞു. ഇന്നാളെ നമ്മളെ പരിക്ക് വന്നപ്പോ അയാളൊപ്പം ഉണ്ടായില്ലേ ഒരാളും കൂടി, അയാളും ഉണ്ടായിരുന്നു. മൂപ്പര് പറയാണ് മൂപ്പർക്ക് ജീവിതം ഉണ്ടെങ്കിൽ ഇനി ഞാനും സീനൊക്കെ വേണം, നമ്മളെ കുടുംബമായിട്ട് ജീവിക്കാൻ, കഴിഞ്ഞു പോയ തെറ്റൊക്കെ ഓർക്കണം, അങ്ങനെ എങ്ങനെയൊക്കെ. ഞാൻ ഒന്നും കേൾക്കാൻ പറ്റില്ല, ഞാൻ പോകുന്നു. പിന്നെ തന്നെ താത്ത അല്ലെങ്കിലേ ഇപ്പൊ ചൂടിലാണ്. ഇന്നിപ്പൊ അമ്മായിന്റെ പോയിങ്ങാണ്ട് കാര്യം തീരുമാനിച്ചാൻ പോയിനല്ലോ, അങ്ങോട്ട് സെക്യൂറാക്കാൻ്റെതും കൂടി. അപ്പൊ അമ്മായി പറഞ്ഞല്ലോ തീരുമാനിച്ചാനായിട്ടില്ല എന്ന്. സെക്യൂറാക്ക എന്തോ പറഞ്ഞേക്കണ്. അപ്പൊ ഇപ്പൊ ഇവിടെ വന്നുങ്ങാണ്ട് ചാടി കളിച്ചിട്ടുള്ളൂ. എനിക്കറിയില്ല സജനാമ്പേ, ഇതെന്തൊക്കെയാണ് ആയി തീരുന്നാവോ. കോരമീൻ വാങ്ങണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കൂല. ചങ്കിൽ മുള്ളു തിന്നാ തോന്നുന്നത്. ഒന്നാടി കാര്യം പറയാണ്ട്. ആ നാസറോജിയും മുജീബും പറഞ്ഞൊക്കെ കേട്ടില്ലേ? ആ പണ്ടാറൊക്കെ ഒരു പണിക്ക് ഇവിടുന്ന് ചോറ് വെച്ച കഞ്ചുകൊണ്ട് കോഴിക്കളാട്ടിയ മാതിരാ. ഓ പോണുമില്ല. എത്തപ്പോ നമ്മളിപ്പോ തീരുമാനം എടുക്കണല്ലോ. എന്താ തീരുമാനിച്ചപ്പാ? നമ്മളിപ്പോ അമ്മായിന്റെ അടുത്ത് പോയപ്പോ അമ്മായി പറഞ്ഞു കേട്ടില്ലേ, സെക്യൂറാക്കപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് ആലോചിച്ചാൽ മതി എന്നാ പറഞ്ഞു. ഇപ്പൊ അതിലിപ്പോ നമ്മള് പ്രത്യേകിച്ച് തീരുമാനിക്കുക എന്താ? അല്ല അതൊന്നും പറഞ്ഞാൽ പറ്റൂല. എവിടെ പോലൊക്കെ എടി സജനാബിയ സൂറാബിയ ഇവിടെ വന്നാണ്. എത്താ അവിടെ എന്താ റസിയാബേജി വരുന്ന വൈകങ്ങാണ്ടും സക്കീറിനെ കണ്ടീനോ? ഇല്ലപ്പാ, ഞാനും സിനിമ പോന്നപ്പോ കൊറേ നോക്കി, അവിടെ ഒന്നും കാണാനില്ല. റസിയാബിയ ഈ അമ്മാന്റെ അടുത്തൊന്ന് പോയിക്കോണ്ടി. സക്കീറിന്റെയും എന്റെയും കല്യാണം നമുക്ക് പെട്ടെന്ന് നടത്തണം. അനക്കിപ്പോ അമ്മാന്റെ അടുത്തേക്ക് എപ്പോഴും ഒന്ന് പോകാലോ, എന്നാലും ഇപ്പൊ സംഗതി എളുപ്പം നടക്കുള്ളൂ. ആയിക്കോട്ടെപ്പാ, ഞാൻ ഒന്ന് പോയരണ്ട്. എന്നാല് ഇപ്പപ്പാ ഞാൻ പോന്നപ്പോണ്ടേ എന്റെ ഉപ്പച്ചീനെ കണ്ടിരുന്നു. ഉപ്പച്ചിക്ക് മുട്ടായി തന്നു. ഓ ബൈക്കെന്ന് ശല്യം ചെയ്യാൻ മാത്രമായോ? അപ്പൊ എന്നോടെത്തിയോ പറഞ്ഞോ? ഈ ജോനോടെത്തിയോ വർത്താനം പറഞ്ഞോ? അപ്പൊ റിയാസൊന്നും അറിയണില്ലേ? എന്താ കിടന്ന് ആരും ഒന്നും എന്നോടൊന്നും പറയുന്നത്? നോക്കാ ജോക്കാണ് കുട്ടീനൊക്കെ തടഞ്ഞു നിർത്തിയാണ്ട് മുട്ടായി കൊടുക്കാണല്ലോ. എത്ര പോലെ കഥ കഞ്ചും കാലത്ത് മുറിച്ചാൽ ഞാൻ പറഞ്ഞില്ല എന്നോട്. ഓനെ ഞാൻ കാട്ടി കൊടുക്കാലോ. നിങ്ങൾ ഒച്ചപ്പാ ഉണ്ടാക്കല്ലേ ഇപ്പാ? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങോട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഒന്ന് കേക്കാൻ ഞാൻ പോന്നു. താത്ത ഈ ജോനോട് എന്തെങ്കിലും പറഞ്ഞോല്ലേ എന്നല്ല ഇവിടെ വിഷയം. ഓൻ അന്ന് ഇവിടെ പെരയിൽ വന്നുകൊണ്ട് വർത്താനം പറഞ്ഞു. ഞാൻ ഓനോട് മര്യാദക്ക് പറഞ്ഞാണ് നീ വൈക്ക് വരരുതെന്നുള്ളത്. പിന്നെ ഓൻ നാട്ടിൽ കൂടി മുഴുവൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് നടക്കാണ്. ഓന് കൊടുക്കേണ്ട പണി എന്താണെന്ന് വെച്ചാൽ ഓനിപ്പോ നിങ്ങളെ ബൈക്ക് തടഞ്ഞു നിർത്തിക്കാണ്ട് ഇതാക്കാനും മാത്രം ആയില്ലേ. ഓന്റെ പണി എന്താ കൊടുക്കണെന്ന് വെച്ചറിയാം, ഞാൻ ചെയ്യും. അത് കണ്ടോ? കോട്ടേഴ്സിലെ ഇന്ത്യക്കാരെ കണ്ട് ഒഴിവാക്കിയല്ലേ? ഓലാണ് എന്താ പ്രശ്നം ഉണ്ടാക്കണ്ടേ? അത് നന്നായി. ഏതായാലും പിന്നെ എന്റെ പെരേക്ക് എന്റെ അമ്മാക്കാനെയും റിയാസിനെയും കൂടി ഞാൻ വിളിപ്പിച്ചു. നമ്മളെ ആചാര്യം വിളിച്ചു നാസറാജിനെ. ഫാറൂഖിന്റെ കാര്യം സംസാരിക്കാൻ തന്നെ. അപ്പൊ മൂപ്പർക്ക് ഇതിങ്ങനെ സംസാരിച്ചപ്പോ വലിയൊരു താല്പര്യമോ കാര്യങ്ങളൊന്നുമില്ല. കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. മൂപ്പരറിഞ്ഞ് കാണുകയാണെങ്കിൽ അടിച്ചാണ്ട് ആട്ടി വിട്ടാണ്ടേ. നമ്മക്കിപ്പോ അതൊന്നും ചെയ്യാനും പറ്റില്ലോ. അതും ശരിയല്ലല്ലോ. അപ്പൊ ഞാന് ഏതായാലേ അമ്മാക്കാരോട് ലാസ്റ്റ് പറഞ്ഞു നിങ്ങളെ കാര്യം പറയാറുന്നു. എന്റെ കാര്യത്തിൽ പറയാനൊന്നുമില്ല, ഞങ്ങൾക്ക് ആർക്കും ഒരു താല്പര്യമോ കാര്യം ഒന്നുമില്ല. അന്ന് അത് ഞങ്ങൾ ഓനെ കാണുമ്പോ ഞങ്ങൾ പറഞ്ഞും ചെയ്തോളാം. അതെ, അതില് പത്രേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ അതൊക്കെ പോലെ തീരുമാനിച്ചേണ്ട കാര്യങ്ങളാ. ഇമ്മയും പെരയുന്ന ഇപ്പൊ കുറെ പറഞ്ഞു. ഇതിപ്പോ അങ്ങനെ നേരം പൊഴിക്കാന്നൊക്കെ അതൊന്നും നോക്കണ്ട. അതൊക്കെ പോലെ തീരുമാനിക്കേണ്ട കാര്യമല്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആക്കം പോലെ ചെയ്യേ. ഏതായാലും പത്ര വേഗം കുറച്ചു കൊണ്ട് കഴിഞ്ഞോട്ടെ. അല്ല പനീറെ അതിൽ എത്താ സെക്യൂറാക്കാൻ തീരുമാനിക്കാനേ. ഇപ്പൊ ഈ ഫാറൂഖിന് എന്തായാലും നിങ്ങളെ അമ്മോനും പറ്റൂല, കുട്ടികൾക്കും പറ്റൂല. അതിപ്പോ ചർച്ചയിൽ നമുക്ക് മനസ്സിലായല്ലോ. ആ കാര്യം എന്ത് ചെയ്യും? മുജീബാക്കും നാസറാജിയോടും കൂടിയും ഈ ഫാറൂഖിനെ കുട്ടിയും അറിയിച്ചാല് ഓല അതോട് കൂടി പോയിക്കോളും. പിന്നെ നിങ്ങളെ കുടുംബത്തിൽ നിശ്ചയിച്ച കാര്യം അതാ അതങ്ങോട്ട് നടത്തുക. അല്ല പത്തപ്പയില തീരുമാനിക്കാനുള്ള. അതെ, അവൻ പറഞ്ഞ കാര്യം കേട്ടോ. എന്നാ പോവല്ലേ? ആ സുഖോ ഇവിടെ സൈഡായിക്കാം. കണ്ട് വർത്താനം പറഞ്ഞു സുഖോ. ഇപ്പൊ നമ്മള് കണ്ടല്ലോ ഓൻ പാർക്കേണ്ട സ്ഥലം. അതൊരു കൂതറ ലോഡ്ജാട്ടോ. എനിക്ക് കണ്ടിട്ട് ഓൻ്റെ താമസം കണ്ടിട്ട് ഓൻ അടുത്തൊന്നും ഇവിടുന്ന് പോണ ഒരു കോലും ഇല്ല. അതിൽ ഒരു സംശയമില്ല. മൂസക്കുട്ടിയെ അതിനിപ്പോ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? സെക്യൂറാക്കണേ ഭയങ്കര ടെൻഷൻ ഉണ്ട്. പുറത്ത് കാണിക്കള ഞാനേ ഉള്ളൂ. എന്ത് പറയാ ചീത്തരണേ. സുഖോ നമുക്കൊരു കാര്യം ചെയ്താലോ?
ഓന്റെ പുറംകുറ്റി എടുക്കുന്നതാണ് കൊടുത്താലോ ഒന്ന് പേടിപ്പിച്ചു വിട്ടാലോ അങ്ങനെയാണ് നമ്മൾ പോയിക്കോളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ സെക്യൂറാക്കും പ്രശ്നമില്ലല്ലോ. അതെന്താ എന്റെ അഭിപ്രായം? ഏയ് സെക്യൂറാക്കാൻ പറഞ്ഞെന്താ അങ്ങനെ ഒന്നും ചെയ്യണ്ടെന്നല്ലേ പറഞ്ഞത്. ഇനിയിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുമോ അറിയാതെ എങ്ങനെയെങ്കിലും? അതെ, അത് ഇതൊരു പ്രശ്നമാക്കണ്ട. നമുക്കേ മൂപ്പർ അറിയാണ്ട് ആ ചങ്ങായിനുണ്ടല്ലോ പുറംകുറ്റി എടുക്കുന്നതാണ് കൊടുക്കുക. ഇപ്പൊ തന്നെ ചെല്ല. ഇതൊന്നും വഹിക്കാൻ പാടില്ലേ? ഇതിന് ബാസു അല്ല പിന്നെ വരാം.